ഹലോ ഗായ്സ്, എല്ലാവർക്കും കില്ലാഡീസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറി. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് കുക്കറിലല്ല, ചട്ടിയിലാണ് വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അതിനകത്തോട്ട് അരമുറി സവോളയും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനായിട്ട് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കറുവാപ്പട്ടയും 3 ഗ്രാമ്പുവും 1 തക്കോലവും കുറച്ച് പെരുംജീരകവും ഇത്രയും മാത്രമേ ഉള്ളൂ സ്പൈസസ് ചേർക്കുന്നുള്ളൂ. പാൻ ചൂടായി വരുന്ന സമയത്തിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തിന് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് 1/4 കപ്പ് തേങ്ങാവ് ചിരണ്ടിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തേങ്ങ വറുക്കാനായിട്ട്. അന്നേരം ഒട്ടും തന്നെ കരിഞ്ഞു പോകത്തില്ല. ചെറിയ തീ വെച്ച് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങയും സ്പൈസസും എല്ലാം നന്നായിട്ട് മൂത്ത് വരണേ. അത് നമ്മൾക്ക് ഇപ്പോഴത്തേക്ക് കുറച്ചൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല കളർ ആവണേ. അതിനകത്തോട്ട് മൂത്ത് വരുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടി കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോകാതെ ചെറിയ തീ വെച്ചിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ തേങ്ങയുടെ കളറ് കണ്ടോ, ആ ഒരു കളറാണ് നമുക്ക് കറിക്കും വേണ്ടത്. ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടത്തില്ല. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്കിനാണ് കറിക്ക് നല്ല കളറും ടേസ്റ്റും എല്ലാം കിട്ടത്തുള്ളേ. ഇനി നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അത് തണുത്ത് വെന്നതിന് ശേഷം വേണം നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ മുറിക്കുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നുണ്ടോ, കറക്റ്റ് പാകം. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ആ തേങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് അരപ്പിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് ആ പാനിൽ തന്നെ, തേങ്ങ വറുത്ത പാനിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. ഇപ്പോഴത്തെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അന്നേരത്തേക്കിന് ഉരുളക്കിഴങ്ങ് ഞാൻ തീ നിർത്തിയിട്ടില്ലായിരുന്നു കേട്ടോ, ചെറിയ തീ തിളച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമുക്കത് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് ഇച്ചിരി നീണ്ടിരിക്കുന്ന ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ചെറിയൊരു കുറുകിയ പരുവത്തിലാണ് ഞാൻ വെക്കുന്നത്, അതുകൊണ്ട് ഇത്രയും വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. വേറൊന്നുമല്ല, ഇറച്ചിപ്പൊടിയില്ല, നമ്മുടെ മീറ്റ് മസാല, അതൊരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണേ. ചിക്കൻ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പം ചേർക്കുന്നത് മീറ്റ് മസാലയാണ്, 1 ടീസ്പൂൺ മാത്രം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചങ്ങ് എടുക്കാം. അത് തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള താളിപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുന്ന സമയത്തിന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടി വരുന്ന സമയത്തിന് നമുക്ക് ഉള്ളി വേണമെങ്കിൽ ഉള്ളിയാണ് ഒന്നുകൂടെ നല്ലത്. ഞാനിപ്പം സവോളയുടെ 1/4 സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. സവോളയൊക്കെ നല്ല കളറ് മാറി വരണം, ഒത്തിരി കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. എന്നിട്ട് വറ്റൽമുളകും കൂടെ മൂത്ത് വരണം. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ 1 വറ്റൽമുളക് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വറ്റൽമുളക് 2-3 എണ്ണം എടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിനകത്ത് നമ്മൾ ഈ മസാലപ്പൊടിയും എല്ലാം ചേർക്കുന്നത് കൊണ്ടാണ് 1 പച്ചമുളക് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവും കൂട്ടാവേ. ഇപ്പോഴത്തെ ഈ ഒരു കളർ ഇട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടില്ല. ഞാൻ ഇത്രയും മൂപ്പിച്ചതാണ്, എനിക്ക് അത്രയും മൂക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിക്കകത്തോട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കാം. താളിപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം തിളക്കി ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരാം. എല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഗൈസ്.